നീ ഇത്ര നേരം പിന്നെ എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കായിരുന്നു? അത് വലിയൊരു കഥ. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച ആ പ്ലാനും കൊളായി. കോപ്പ്. അപ്പൊ നീയാണോ അത് ചെയ്തേ? മിക്കവാറും നമുക്കിനി വേറൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ആ കുഴിക്ക് ഇച്ചിരിയുടെ വലിപ്പം വേണം കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ അത് പകുതിക്ക് വെച്ച് കുടുങ്ങിപ്പോയതാ. കാക്തു, എനിക്ക് തോന്നിനി ആ ബാത്റൂമിന്റെ ഫ്രണ്ടിലായിരിക്കും നമ്മുടെ വർക്കെന്നാ. വേസ്റ്റ് ഇടുന്ന ഭാഗത്തുനിന്ന് ഒരുപാട് മാറിയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മതിലിൻ്റെ അടുത്തുള്ള ആ കുഴി വരെ നമ്മൾ ഇനി എങ്ങനെ എത്തും? അതിൻ്റെ കൂടെ ഇപ്പോ നാളെ ശനിയാഴ്ചയാ, നമുക്ക് ഒരുമിച്ചൊന്ന് പൊളിക്കണ്ടേ? ഷിങ്കോന്റെ കാര്യത്തിൽ എന്താ ചെയ്യപ്പോ? അവനടുത്തുണ്ട്, നമുക്ക് ഇവിടുന്ന് ചാടാൻ പറ്റില്ല. ഇനിയിപ്പോ ഷിങ്കോന് നമ്മുടെ പ്ലാനിനെ കുറിച്ച് വല്ല പിടി കിട്ടി കാണോ? അവന് നമ്മളെ നല്ല സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെ നമ്മുടെ കൂടെ കൂട്ടേണ്ടി വരും. പറഞ്ഞ പോലെ കിയോഷിയോട് സംസാരിച്ചിട്ട് കുറെ നാളായല്ലോ. ഒരാളെയും കൂടെ കയറ്റിയാലോ? എന്താ നീ പറയുന്നേ? അത് ഇനിയിപ്പൊ നടക്കൂ. പിന്നെ ഷിങ്കോടെ ചന്തിക്ക് അത്ര വലിപ്പമൊന്നുമില്ലല്ലോ. അവന്മാരെന്തോ ഈ ചന്തി കേട്ടുന്ന കാര്യമൊക്കെ പറയുന്നേ. പക്ഷെ അവനെ നമ്മുടെ ഒപ്പം ഇവിടുന്ന് ചാടാൻ പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ലല്ലോ. അല്ല, അവന് നേരത്തെ ഹെയർ ജെല്ല് വേണമെന്ന് എങ്ങാണ്ട് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഒരു ബോട്ടിൽ ഹെയർ ജെല്ല് കൊടുത്താ ചിലപ്പോ കേറുമായിരിക്കുമല്ലേ. ഇവന്മാര് ചെല്ലെവിടെ തേച്ചിട്ട് എന്ത് കേട്ടുന്ന കാര്യം പറയുന്നേ? എന്തൊക്കെ നടക്കുന്നേ? ജയിലിൽ ഇങ്ങനെയൊക്കെ പതിവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇല്ലില്ല, കിയോഷി എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതല്ലേ. അവൻ എന്തായാലും ആ ടൈപ്പ് അല്ല. അപ്പൊ ഇനി ഷിങ്കോടെ കാര്യം എങ്ങനെയാ? എടാ ഒന്ന് മാറുന്നേ, ഞാൻ ആ സോപ്പ് ഒന്ന് എടുക്കട്ടെ. കൊള്ളാം. അവിടെ എന്തോ നടക്കുന്നേ? എടാ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല, ഇതൊക്കെ എന്റെ ഒരു തോന്നൽ മാത്രമായിരിക്കും അല്ലേ? വേദനിക്കുന്നു. അവനിനി നമ്മൾ പറഞ്ഞാലും കേട്ടോ? ഇവന്മാര് വിഷയമാ. ഇനി ഇവിടെ നിന്നാ ഞാൻ ഇവരുടെ അറിയാം. ഷിങ്കോ, ഒരു കുളിക്ക് പോരുന്നോ? നീ എന്തിനാ അവിടെ നിന്നേ? ഇങ്ങി വന്നേ നീ. നിന്റെ പുറമൊക്കെ ഞാൻ നന്നായി തേച്ചു. വേണ്ട കുഴപ്പമില്ല. നീ നാണിക്കാതെ. നീ അല്ലേ പറഞ്ഞ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാന്നൊക്കെ? വേണ്ടടാ, എന്നെ വിട്ടേക്ക്. അയ്യോ, എടാ ശരിക്കും അമ്മ സത്യം. എന്നാലും കിയോഷിയും ഗക്കോത്തും തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ആർക്കറിയാം? എനിക്കാണെങ്കിൽ നേരത്തെ തൊട്ടേ അമ്മാരെ ചെറിയൊരു സംശയമുണ്ട്. ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെ കാക്കുത്തു കിയോഷിയുടെ മുന്നിൽ വാ പൊളിച്ചിരിക്കുമായിരുന്നു. എന്തോന്നാടാ നീ പറയുന്നേ? സത്യം പറഞ്ഞ ആദ്യം കണ്ടപ്പോ ഞാനും അങ്ങോട്ട് വിശ്വസിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ നോക്കി. ഇത് തീർന്നില്ലേ? എന്നിട്ട് കിയോഷിയാണെങ്കിൽ അവിടെ ഗാക്കുത്തോടെ മണ്ടക്കിരുന്ന് കയറ്റി അടിക്കുമായിരുന്നു. ഗാക്കുത്ത അവിടെ കിടന്ന് നല്ല അലർച്ചി. അപ്പൊ കിയോഷി മണ്ടക്കായിരുന്നല്ലേ? എടാ, മയിലുകളെ ഒരു കിസ് പോലും ചെയ്യാത്ത എന്നെയാണോ നീയൊക്കെ?